Coming to the management of galactosemia, human or cow's milk, milk products, and other lactose containing diet should be eliminated from the diet of the child. And if cataract is present, you have to go for surgical management. So main thing എന്ന് പറയുന്നത് ഗാലക്ടോസ് അല്ലെങ്കിൽ ലാക്ടോസ് അടങ്ങിയ പ്രൊഡക്ട്സ് കുട്ടിക്ക് കൊടുക്കാതിരിക്കുകയാണ്. സോ യു ഹാവ് ടു അവോയ്ഡ് ഹ്യൂമൻ മിൽക്ക്, cow's milk or any other kind of milk products or lactase containing foods. കുട്ടിക്ക് കാറ്ററാക്ട് കോംപ്ലിക്കേഷൻ ആയിട്ട് ഉണ്ട് എങ്കിൽ you have to go for surgical management. Now coming to the last disease condition in malabsorption syndrome, which is cystic fibrosis. So cystic fibrosis എന്ന് പറയുന്ന രോഗം, it is a disorder which is characterized by thick, tenacious secretions of all the tubular glands of the body. സോ നമ്മളുടെ ബോഡിയിലെ എല്ലാ ട്യൂബുലർ ഗ്ലാൻസിൻ്റെ സെക്രീഷൻസും ഭയങ്കര തിക്കാവുന്ന ഒരു കണ്ടീഷനാണ് സിസ്റ്റിക് ഫൈബ്രോസിസ്. സോ ലങ്സിൻ്റെ സെക്രീഷൻസ് അല്ലെങ്കിൽ ബ്രോങ്കിയോൾസിൻ്റെ ഒക്കെ സെക്രീഷൻസ് ഭയങ്കര കൂടുതലായിരിക്കും. ഇതാണ് ഒരു നോർമൽ എയർവേ. അതിന് പകരം ഇങ്ങനെ ജെല്ല് പോലത്തെ ഒരു സെക്രീഷൻ ആയിരിക്കും ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള. അപ്പോൾ എയർവേയുടെ ആ ഒരു വോളിയം ഒക്കെ കുറയും, വിച്ച് ക്യാൻ ലീഡ് ടു മെനി റെസ്പിറേറ്ററി പ്രോബ്ലംസ്. അതുകൂടാതെ ബാക്കി എല്ലാ ട്യൂബുലർ ഗ്ലാൻസിൻ്റെയും, അതായത് ഇൻഡസ്റ്റൈൻ, നമ്മളുടെ പാൻക്രിയാസ്, ലിവർ, അങ്ങനെ എല്ലാ ട്യൂബുലർ ഗ്ലാൻസിൻ്റെ സെക്രീഷൻസും ഭയങ്കര തിക്കായിരിക്കും. അതുമൂലം ദർ ക്യാൻ ബി മെനി പ്രോബ്ലംസ്. ദിസ് കണ്ടീഷൻ ഇസ് നോൺ ആസ് സിസ്റ്റിക് ഫൈബ്രോസിസ്. So cystic fibrosis, it is a condition which affects many organ systems. It is characterized by chronic obstruction and infection of the pulmonary airway and lack of normal digestion in the GI tract. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ബോഡിയിലെ എല്ലാ ട്യൂബുലർ ഗ്ലാൻസിൻ്റെയും സെക്രീഷൻസ് ഭയങ്കര തിക്കാവുന്ന ഒരു കണ്ടീഷനാണ് സിസ്റ്റിക് ഫൈബ്രോസിസ്, വിച്ച് ക്യാൻ ലീഡ് ടു chronic obstruction and infection of the pulmonary airway as well as lack of normal digestion within the GI system. So it is a disorder in which all the endocrine glands in the body, especially the respiratory and the GI system, produce abnormal viscid mucus. സോ നമ്മളുടെ ബോഡിയിലെ എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെയും സെക്രീഷൻ ഭയങ്കര വിസിഡ് അല്ലെങ്കിൽ ഭയങ്കര തിക്കാവുന്ന കണ്ടീഷനാണ് സിസ്റ്റിക് ഫൈബ്രോസിസ്. It is an inherited autosomal recessive disorder and usually this is found in homozygotes. Coming to the pathophysiology, main thing നമ്മൾ already പറഞ്ഞു, all the endocrine gland secretions would be very thick. So ഓരോ gland ആയിട്ട് എടുത്തു നോക്കാം. First we'll see about the pancreatic secretions. Here the pancreatic secretions are very thick. They do not pass normally into the duodenum. അപ്പോൾ എന്താ പറ്റുക? This obstructs the pancreatic duct, which may cause the acini to distend and appear like cysts that are surrounded by fibrosis. സോ നമ്മളുടെ പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര തിക്കായിരിക്കും. അത് കാരണം അത് നോർമലി ഡിയോഡിനത്തിലേക്ക് ഫ്ലോ ചെയ്യില്ല. ദിസ് ഗെറ്റ്സ് കളക്റ്റഡ് വിത്തിൻ ദ പാൻക്രിയാറ്റിക് ഡക്ട് ആസ് വെൽ ആസ് ദ acini. അപ്പോൾ ഇതെല്ലാം ഡിസ്റ്റൻഡഡ് ആയിട്ട് കുഞ്ഞി സിസ്റ്റ് ആയിട്ട് ആയിരിക്കും കാണപ്പെടുക. ആൻഡ് ഫൈനലി ദി സിസ്റ്റ് വുഡ് ബി സറൗണ്ടഡ് ബൈ ഫൈബ്രോസിസ്. ഇതാണ് പാൻക്രിയാസിൽ സംഭവിക്കുക. ഇനിയിപ്പോൾ പാൻക്രിയാറ്റിക് ജ്യൂസ് നോർമലി ഡിയോഡിനത്തിൽ എത്തിയില്ലെങ്കിൽ എന്ത് പറ്റും? ദർ ക്യാൻ ബി ഇംപയർഡ് ഡൈജഷൻ ആസ് വെൽ ആസ് അബ്സോർപ്ഷൻ. Now let's see about the lungs. ലങ്സിലും ഇതേ സെയിം അവസ്ഥയാണ് ഉള്ളത്. There is thick mucus in the lungs. This obstructs the bronchioles, which can lead to damage, collapse, stasis and infection, which in turn causes pulmonary disease. So ഇവിടെയും ലങ്സിലും ഭയങ്കര തിക്കായിട്ടുള്ള സെക്രീഷൻസ് ആണ് ഉള്ളത്. അതെല്ലാം ബ്രോങ്കിയോൾസിൻ്റെ ഉള്ളിൽ കളക്റ്റഡ് ആവും. That can lead to the damage of the bronchioles, the collapse of the airway, stasis and infection,
and finally there can be recurrent pulmonary disorder. ഇനി അടുത്ത കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ നോർമലി കുട്ടികളുടെ മ്യൂക്കോണിയം എന്ന് പറയുന്നതിനെ ലിക്വിഫൈ ചെയ്യുന്നത് പാൻക്രിയാറ്റിക് എൻസൈംസ് ആണ്. ഇവിടെ പാൻക്രിയാറ്റിക് എൻസൈംസ് ഇല്ല അല്ലേ. അപ്പോൾ കുട്ടികളുടെ മ്യൂക്കോണിയം എങ്ങനെയായിരിക്കും? ഭയങ്കര തിക്കായിരിക്കും. ഇറ്റ് ഈസ് വെരി ഹാർഡ്. ഇറ്റ് ഒബ്സ്ട്രക്ട്സ് ദ ഇൻറ്റസ്റ്റൈൻ and there can be intestinal obstruction or muconium ileus. So this is what happens in the colon. അവിടെ നമ്മളുടെ നോർമലി പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ് മ്യൂക്കോണിയത്തിനെയൊക്കെ ഒന്ന് ലിക്വിഫൈ ചെയ്യുന്നത്. ഇവിടെ പാൻക്രിയാറ്റിക് ജ്യൂസ് ഇല്ലാത്തത് കൊണ്ട് ഈ ലിക്വിഫിക്കേഷൻ നടക്കില്ല. മ്യൂക്കോണിയം ഭയങ്കര ഹാർഡായിരിക്കും. അതവിടെ ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷനോ അല്ലെങ്കിൽ മ്യൂക്കോണിയം ഇലിയസോ ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. സോ ദാറ്റ് malabsorption ഫൈനലി പ്രോപ്പറായിട്ട് ഒന്നും അബ്സോർബ്ഡ് ആവാതെ വരുമ്പോൾ there can be malabsorption and this leads to low carbohydrate levels with low pH in the intestine, and there is also excessive secretion of sodium and chloride in the sweat. ഇവരുടെ വേർപ്പിന് ഭയങ്കര there will be more amount of sodium and chloride than the normal people. So this is what happens in cystic fibrosis. ഒന്നുകൂടെ പറയാം, ഓരോ ഗ്ലാൻഡ് വൈസ് ആണ് നമ്മൾ പറയുന്നത്. ആദ്യമേ പാൻക്രിയാറ്റിക് സെക്രീഷൻസ് ഭയങ്കര തിക്കായിരിക്കും. അതവിടെ കളക്റ്റഡ് ആവും പാൻക്രിയാറ്റിക് ഡക്റ്റിൽ. പാൻക്രിയാറ്റിക് ഡക്റ്റും അസിനിയും ഒക്കെ അത് കാരണം വീർത്ത് വീർത്ത് കുഞ്ഞു കുഞ്ഞു സിസ്റ്റ് പോലെ ആയിരിക്കും ഇരിക്കുക. ദിസ് സിസ്റ്റ് വിൽ ബി സറൗണ്ടഡ് ബൈ ഫൈബ്രോസിസ്. പിന്നെ പാൻക്രിയാറ്റിക് ജ്യൂസ് നോർമലി ഡിയോഡിനത്തിൽ എത്താത്തത് കൊണ്ട് അവിടുത്തെ ഡൈജഷൻ പ്രോപ്പർ ആവുകയില്ല. ഇഫ് യു സീ ദ ലങ്സ്, ഓൾ ദ സെക്രീഷൻസ് ആർ തിക്ക്. അത് ബ്രോങ്ക്യൂൾസിൻ്റെ ഉള്ളിൽ കളക്റ്റഡ് ആവും, വിച്ച് ക്യാൻ ലീഡ് ടു ഡാമേജ്, കൊളാപ്സ്, സ്റ്റാറ്റസ് ആസ് വെൽ ആസ് പൾമണറി ഡിസോർഡേഴ്സ്. മ്യൂക്കോണിയം കുട്ടികളിൽ ലിക്വിഫൈ ചെയ്യുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്. ഇവിടെ പാൻക്രിയാറ്റിക് ജ്യൂസ് ഇല്ലാത്തതുകൊണ്ട് മ്യൂക്കോണിയം ഭയങ്കര തിക്കായിരിക്കും, വിച്ച് മെ ലീഡ് ടു ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ആൻഡ് മ്യൂക്കോണിയം ഇലിയസ്. ഈ കുട്ടികളിൽ അബ്സോർപ്ഷൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് ദർ ക്യാൻ ബി ലോ കാർബോഹൈഡ്രേറ്റ് ആസ് വെൽ ആസ് ലോ pH ഇൻ ദ ഇൻറ്റസ്റ്റൈൻ. ഈ ഡിസീസിൽ ദർ ക്യാൻ ബി എക്സസീവ് എക്സ്ക്രീഷൻ ഓഫ് സോഡിയം ആൻഡ് ക്ലോറൈഡ് വിത്തിൻ ദ സ്വെറ്റ്. About the clinical features, the signs and symptoms of intestinal obstruction in the beginning due to muconium ileus, like failure to pass muconium within the first 24 to 48 hours, abdominal distension and vomiting. So ഈ കുട്ടികൾ ജനിക്കുമ്പോൾ they will not pass the first stool or the muconium, since the muconium is very thick and it obstructs the intestine. So the first sign and symptom is failure to pass muconium within the first 24 to 48 hours, which is also associated with other symptoms like abdominal distension and vomiting. Later, the food residues may be retained in the ileum, colon and cecum, which may lead to firm masses that obstruct the intestine. സോ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഈ ഒരു കോളൻ, ഇലിയൻ, സീക്കം എവിടെയൊക്കെ കളക്റ്റഡ് ആയിട്ട് ദർ ക്യാൻ ബി ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ ഇൻറ്റസ്റ്റൈൻ. ദർ ക്യാൻ ബി ഇലിയോസീക്കൽ ഇൻഡ്യൂസസെപ്ഷൻ ആൻഡ് ക്രോണിക് ഡയറിയ. The other symptoms include steatorrhea, deficiency of fat-soluble vitamins like A, D, E, K, since the fat content is very low within the patient. There can be hypoproteinemia. There can be recurrent respiratory tract infections, as we said earlier. There can be failure to thrive within the child, and this is characterized by thin extremities, protuberant abdomen, wasted buttocks, poor physical growth and maturation. There can be rectal prolapse. This happens due to the hard stool. There can be biliary cirrhosis. Again, this happens due to the collection of the pancreatic juices within the pancreatic duct. Due to symptoms like chronic diarrhea with steatorrhea and recurrent respiratory tract infections, these are the three cardinal symptoms of the disease. So, cystic fibrosis inde മൂന്ന് cardinal symptoms ആണ് chronic diarrhea, steatorrhea and recurrent respiratory tract infections.